ഞങ്ങൾ MBAക്ക് ഭവൻസിൽ പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ സീനിയറായിട്ട് വന്ന ഒരാളാണ്. അങ്ങനെയാണ് ഫസ്റ്റ് കാണുന്നത്. ശരിക്കും നമ്മുടെ റാഗിങ് ഡേ ഉണ്ട് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ്റെ അതിൽ ഞാൻ ശരിക്കും ആളെ കണ്ടിട്ടില്ല, ആളെന്നെ കണ്ടിട്ടുണ്ട്. ആൾ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. പക്ഷെ ആൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അധികം ആരോടും പെൺകുട്ടികളോടൊന്നും സംസാരിക്കില്ല, അങ്ങനത്തെ ഒരാളാണ്. ഇവർക്ക് കെട്ടണതിനേക്കാളും കൂടുതൽ ആഗ്രഹം നമുക്കായിരുന്നു ഇവർ കെട്ടി കാണണം എന്നുള്ള ആഗ്രഹം. കാരണം ഇവർ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുകയായിരുന്നു ഇവർ കെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ ടീമിലുള്ള എപ്പോഴും നമ്മുടെ ടീമിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ കെട്ടുകയാണെങ്കിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ടാവും. ഇന്നിപ്പോൾ ഞങ്ങളുടെ മാരേജാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒരു ലോങ് ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ടേൺസ് ടു മാരേജ്, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് രണ്ടുപേരും. ഞങ്ങളവിടെ പഠിച്ചെങ്കിലും അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ലേറ്റ്ലിയാണ് ഫ്രണ്ട്ഷിപ്പായി വരുന്നതും. പിന്നെ ഒരു ലാസ്റ്റ് ഇയർ അതിന് മുന്നേക്കെ ആയിട്ടാണ്, 1.5 വർഷം മുന്നേക്കെ ആയിട്ടാണ് ആളോട് ഇങ്ങനത്തെ ഒരു കാര്യം, ഞാൻ കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കുന്നത്. ഭയങ്കര ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ആളാണ്. സോ ഞാൻ ഭയങ്കര ഒരു ഹാപ്പി മൂമെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ്. നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ്. ഇപ്പൊ പെട്ടെന്ന് കെട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവള് കെട്ടാനൊക്കെ ആയോ എന്നുള്ളൊരു ഇതായിരുന്നു. ഇത് പറയുമ്പോൾ കിളവിന് കിളവൊക്കെ ആയിരുന്നു.